2015 കേരള PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചരിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ചരിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ വീഡിയോയിൽ 15 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം: ഇന്നത്തെ അലഹബാദ് നഗരത്തിന്റെ സൃഷ്ടാവാണ്? ഇന്നത്തെ അലഹബാദ് നഗരം നിർമ്മിച്ചത് അക്ബർ ചക്രവർത്തിയാണ്. ഏത് വംശത്തിൽപ്പെട്ട ചക്രവർത്തിയാണ് താഞ്ചോറിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത്? ചോള രാജവംശം. ചോള രാജവംശത്തിലെ ചക്രവർത്തിയാണ് താഞ്ചോറിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. ഏത് മുഗൾ മഹാറാണിയാണ് നൂർജഹാന്റെ മരുമകൾ? ഈ ചോദ്യത്തിന്റെ ഉത്തരം മുംതാസ് മഹൽ ആണ്. മുംതാസ് മഹൽ നൂർജഹാന്റെ മരുമകളായിരുന്നു. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരെ പുറത്താക്കണമെന്ന ഉദ്ദേശത്തോടെ ജാപ്പനീസിന്റെ സഹായത്തോടെ ഇന്ത്യൻ നാഷണൽ ആർമി ആരംഭിച്ചതാരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ ആർമി സ്ഥാപിച്ചത്. ബംഗാളിലെ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? സർ വില്യം ജോൺസ് ആണ് ബംഗാളിലെ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ. മറാത്ത ഭരണാധിപന്മാരുടെ മന്ത്രിമാരിൽ പ്രമുഖൻ ആരായിരുന്നു? പേഷ്വ മറാത്ത ഭരണാധിപരുടെ മന്ത്രിമാരിൽ ഒരു പ്രമുഖനായിരുന്നു. അക്ബറിന്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു? തോഡർമാൽ അക്ബറിന്റെ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരി? ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്തായിരുന്നു. 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടി. ഏത് എംബ്ലത്തിന് പകരമായാണ് 1947 ദേശീയ പതാകയിൽ അശോക ചക്രം ഉൾപ്പെടുത്തിയത്? ചർക്ക. അശോക ചക്രത്തിന് മുമ്പ് ആ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ചിഹ്നം ചർക്കയായിരുന്നു. 11ാമത്തെ ചോദ്യം: AD 1213 ആന്ധ്രാപ്രദേശിലെ രാജാവായ ജ്ഞാനാധിപതി ദേവിൻ പണി പൂർത്തിയാക്കിയ മനുഷ്യനിർമ്മിതമായ തടാകം? ഉത്തരം പാക്കൽ തടാകം. ഏത് രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു പെദ്ദുണ്ണ? പുലികേശിൻ രണ്ടാമൻ രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു അദ്ദേഹം. പല്ലവ രാജാവായ വിഷ്ണുഗോപനാൽ തടവിലാക്കപ്പെടുകയും പിന്നീട് സ്വതന്ത്രനാക്കപ്പെടുകയും ചെയ്ത ഗുപ്ത രാജാവ്? സമുദ്രഗുപ്തൻ. രാമന്റെയും സീതയുടെയും രൂപം അച്ചടിച്ച് നാണയമിറക്കിയ മുഗൾ ചക്രവർത്തി? അക്ബർ ചക്രവർത്തി. 15 ഏത് ജയിലിലേക്കാണ് വിനായക് ദാമോദർ സർവാക്കറിനെ ജീവപര്യന്തം തടവിനായി അയച്ചത്? സെല്ലുലാർ ജയിലിലേക്കാണ് അദ്ദേഹത്തെ ജീവപര്യന്തം തടവിനായി അയച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതേപോലുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ അതിനുള്ള ഉത്തരം നൽകുന്നതാണ്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഷെയർ ചെയ്യുക.